ഇതിൽ യുവതികൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ? ശബരിമലയിൽ ആദ്യമായി കാൽകുത്തിയ യുവതി എന്ന നിലയ്ക്ക് കാൽകുത്തിയ ബിന്ദു അമ്മിണി അടക്കമുള്ളവർക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടാകുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടോ? അങ്ങ് ചോദിച്ച ഈ സൂക്ഷ്മതയിലുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചും ഈ ചോദ്യത്തെ സംബന്ധിച്ചും ഇതിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആകെ സംഘടിത രൂപമായിട്ടുള്ള തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ്. അതിൽ ഇപ്പോൾ 2025 നിയതമായ സാഹചര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആചാര വിശ്വാസ ക്രമങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ആകെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ കൂട്ടായ്മയായിട്ട് ഈ ചടങ്ങ് മാറാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ ഏതൊക്കെ നിലവാരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അത് ഇതിനോടകം വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരുടെ സംഘം ഈ പരിപാടിയിൽ പങ്കെടുക്കും. ചലച്ചിത്ര നടന്മാരും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെ നേതാക്കന്മാരും ഈ ചടങ്ങിന്റെ ഭാഗമാകും. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും 500, 700, 750 അധികം വരുന്ന പ്രതിനിധി സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ ഈ ചടങ്ങിന്റെ ഭാഗമാകും. അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടാകും, ചുമട്ട് തൊഴിലാളികൾ ഉണ്ടാകും, വ്യാപാര വ്യവസായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുണ്ടാകും. ഇവരാകെ ഈ മനോഹരമായ സങ്കല്പത്തിന്റെ ആത്മപ്രകാശനം എന്ന ഒറ്റ ആശയത്തിൽ സംഗമിച്ചുകൊണ്ട് അവരുടെ ആകെ ഒരു പ്രതീകമായി, ഒരു ഒത്തുചേരലായി കേരളത്തിന്റെ ഈ അഭിമാനാർഹമായ സ്ഥലത്തെ കൂടുതൽ കരുത്തോടുകൂടെ ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്യാൻ കഴിയുന്ന, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും ഇനിയും മുന്നേറ്റങ്ങളിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരു വിളംബര സംഗമം കൂടെയായി ഈ ആഗോള അയ്യപ്പ സംഗമം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ഈ അയ്യപ്പ ഭക്തർ എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രത്തിലെ ആചാരങ്ങളെ തന്നെ മനസ്സിലാക്കി വീട്ടിലിരുന്ന് അയ്യപ്പനെ പൂജിക്കുന്ന, അയ്യപ്പനെ അതിൻ്റെ ഭക്തരായിട്ടുള്ള യുവതികളടക്കമുള്ളവർ ഉണ്ട്. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഈ അയ്യപ്പ സംഗമം വയ്ക്കുമ്പോഴും അവർക്ക് ആ വേദിയിലും പ്രവേശനം ഉണ്ടാകില്ലേ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം TDB അഥവാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തെ കുറിച്ച് മാത്രമാണ് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിയുക. മറ്റുള്ള സംഘടനകൾ ഇത് സംഘടിപ്പിക്കുന്നുണ്ടോ അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ചില ആളുകൾ പത്തനംതിട്ടയിലോ മറ്റു ചില കേന്ദ്രങ്ങളിലോ എവിടെയോ വെച്ച് സമാനമായി സംഘടിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള വാർത്തകൾ കണ്ടു. ഞാൻ ഈ അയ്യപ്പ സംഗമത്തെ കുറിച്ചാണ് ചോദിച്ചത്. ആ ക്ലാരിറ്റിയാണ് വേണ്ടത്. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് എന്നേക്കാൾ ആധികാരികമായി അങ്ങയുടെ അത്തരം സംശയങ്ങൾക്കുള്ള മറുപടി ഈ ദേവസ്വം ബോർഡിന്റെ വകുപ്പിന്റെ ചുമതല കൂടി ഉൾക്കൊള്ളുന്ന വകുപ്പ് മന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ക്ഷേത്രങ്ങളുടെ ആകെ സംഗ്രഹീത രൂപമാണ് TDB എന്നുള്ളത് കൊണ്ട് തന്നെ അവർ 2025 ഈ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോട്, വിശ്വാസങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ളവരുടെ വിപുലമായ ഒരു കൂട്ടായ്മ എന്ന നിലയിലായിരിക്കും ഈ അയ്യപ്പ സംഗമത്തെ സംഘടിപ്പിക്കുക. അതാണ് നമുക്ക് മുമ്പിൽ ലഭ്യമായിട്ടുള്ള വിവരം.